കൊലപാതകങ്ങൾ നിത്യസംഭവങ്ങളായി മാറുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു പോയില്ലേ, ഖിയാമത്ത് നാളിനോടനുബന്ധമായി കൊലപാതകങ്ങളും കള്ളം പറയലുകളും ധാരാളമായി അധികരിക്കുമെന്ന് സ്വഹാബത്തിനോട് നബി തങ്ങൾ പറഞ്ഞു. എത്രത്തോളം ഒരു മനുഷ്യൻ അവൻ്റെ അയൽവാസിയെ വധിക്കും, ഹത്താ യഖ്തുല റജുലു ജാറഹു വയഖ്തുല അഖാഹു, അവൻ്റെ സഹോദരനെ, അവൻ്റെ സ്വന്തം ചോരയിൽ പിറന്ന സഹോദരനെ വധിക്കും, അവൻ്റെ അളാപ്പയെ വയഖ്തുല അമ്മഹു അവൻ്റെ അളാപ്പാനെ, കുട്ടിയെയും എല്ലാവരും നിഷ്ഠൂരമായി വധിച്ചു കളയുന്ന ഒരു കാലഘട്ടം ഖിയാമത്ത് നാളിനോടനുബന്ധമായി വരുമെന്ന് പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു സമാനിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. മാത്രമല്ല ഹബീബായ നബി തങ്ങൾ പറഞ്ഞതായി സ്വഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, വല്ലദീ നഫ്സി ബിയദിഹി, തൻ്റെ ശരീരം ഏതൊരുവൻ്റെ കരങ്ങളിലാണോ ആ അല്ലാഹുവാണ് സത്യം, ലാ തദ്ഹബു ദുനിയ ഹത്താ യഅതി അലന്നാസി യൗമുൻ, ജനങ്ങളുടെ മേൽ ഒരു കാലഘട്ടം വരാതെ ദുനിയാവ് അവസാനിക്കുന്നില്ല. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത, ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത, ലാ യദ്രിൽ ഖാതിലു ഫീമ ഖതല, കൊല്ലുന്നവൻ അറിയില്ല താൻ എന്തിനാണ് അവരെ കൊല്ലുന്നത് എന്ന്, വലൽ മഖ്തൂലു ഫീമ ഖുതില, കൊല്ലപ്പെടുന്നവൻ അറിയില്ല താൻ എന്തിനാണ് കൊല്ലപ്പെടുന്നത് എന്ന്. അങ്ങനത്തെ ഒരു കാലം വരാതെ ഖിയാമത്ത് നാൾ വരികയില്ലെന്ന് പറയുമ്പോൾ അതേ കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, എവിടെ നോക്കിയാലും ഓരോ ദിവസത്തെ പത്രങ്ങൾ എടുത്തു നോക്കിയാലും കൊലപാതകങ്ങളാണ്. ഹബീബായ നബി തങ്ങൾ പറയുന്നതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലാ തഖൂമുസ് സാഅതു ഹത്താ യക്സുറൽ ഹർജു, ഹർജ് അധികരിക്കുന്നത് വരെ ഇവിടെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് സ്വഹാബത്ത് ചോദിച്ചു, നബിയെ എന്താണ് ഹർജ്? ആ സമയത്ത് പ്രവാചകർ ആവർത്തിച്ച് പറഞ്ഞൊരു വചനമാണ് അൽ ഖത്ലു, അൽ ഖത്ലു, കൊലപാതകങ്ങൾ, കൊലപാതകങ്ങൾ. എവിടെ നോക്കിയാലും കൊലപാതകങ്ങളുടെ നൂലാമാല പോലെ കിടക്കുന്ന ഈ കാലഘട്ടം ഖിയാമത്തിൻ്റെ വഴിവക്കിലാണ്. അള്ളാഹു നമുക്ക് നല്ലത് ചിന്തിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.